നമസ്കാരം. ഓൺ ദ സ്റ്റേജ് എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. അരങ്ങിനു വേണ്ടി ജീവിതം ഹോമിച്ച ഒരുപാട് പ്രതിഭാധനരായ മനുഷ്യർക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ യാത്ര തുടങ്ങുകയാണ്. ആദ്യത്തെ എപ്പിസോഡിലെ അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി നടനായും സംവിധായകനായും മലയാള പ്രൊഫഷണൽ നാടകവേദിയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം വംശം നാടകത്തിലൂടെ നേടിയ പ്രിയ സുഹൃത്ത് ശ്രീ സുരേഷ് ദിവാകരനാണ്. നമസ്കാരം. നമസ്കാരം. സുരേഷ് ഏട്ടാ, ഇപ്പോൾ സുരേഷ് ഏട്ടൻ സംവിധായകനാകുന്നത് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു യാത്ര ഏറെക്കുറെ പേർക്കൊക്കെ അറിയാം. നമുക്ക് തുടങ്ങേണ്ടത് സുരേഷ് ഏട്ടൻ്റെ നാടകയാത്രയെക്കുറിച്ചാണ്. സുരേഷ് ഏട്ടൻ്റെ നാടകയാത്ര എവിടെ നിന്നായിരുന്നു, എങ്ങനെയാണ് അതിലേക്ക് എത്തപ്പെട്ടത്? ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉത്സവം ഉണ്ടല്ലോ, വല്യുദ്ദേശ്വര മഹാദേവ ക്ഷേത്രം, ആനേറയാണ്. തിരുവനന്തപുരത്ത് ആനേറയാണ് എൻ്റെ സ്വദേശം. അപ്പോൾ അവിടുത്തെ ഈ ഉത്സവങ്ങളിൽ നാടകങ്ങൾ കണ്ടും അതിന് മുമ്പ് തന്നെ അവിടെയുള്ള നമ്മുടെ അന്നത്തെ കാലത്തെ സീനിയർ ആൾക്കാരുടെ അമച്വർ നാടകങ്ങൾ കണ്ട് അത് അനുകരിക്കുക, വീട്ടിൽ അനുകരിക്കുക. പിന്നെ സ്കൂളിൽ നാടകങ്ങൾ അവതരിപ്പിക്കാനായിട്ട് 7ാം ക്ലാസ്സിലാണ് ശരിക്കും ഫസ്റ്റ് അരങ്ങേറ്റം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8, 9, 10 പിന്നെ കോളേജിൽ പോയപ്പോഴത്തേക്ക് അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അമച്ചർ തുടങ്ങി പിന്നെ നാട്ടിൽ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി, അനാമിക എന്ന് പറഞ്ഞിട്ട്. അത് ഈ ശങ്കരപ്പിള്ള സാറിൻ്റെയും താജിൻ്റെയൊക്കെ നാടകങ്ങൾ, PM താജിൻ്റെയൊക്കെ നാടകങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ എടുത്തിട്ട് മത്സരത്തിന് പോവുക, പിന്നെ നാട്ടിൽ അവതരിപ്പിക്കുക, പിന്നെ കൊമേഴ്സ്യൽ സാധാ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ അനുകരിച്ചുകൊണ്ട് അന്ന് അമച്ചർ അങ്ങനെയുള്ള നാടകങ്ങൾ. അതെ അതെ, അന്ന് ഈ വലിയ പ്രൊഫഷണൽ നാടകങ്ങൾ വയ്ക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് 1 മണിക്കൂർ കിട്ടും. പിന്നെ 2 മണിക്കൂർ നാടകം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രൊഫഷണൽ പോലെ തന്നെ. അപ്പം അവിടെ നിന്നാണ് പിന്നെ ഈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഒരാളുടെ അടുക്ക് എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പരിമിതികൾ ഒരുപാടുണ്ട്. അപ്പം കാവാല സാറിൻ്റെ തനത് നാടകങ്ങൾ അതൊരു സൈഡിൽ, NM പിള്ള സാറിൻ്റെ നാടക കാഴ്ചകളൊരു, തോപ്പിൽ വാസി സാറിൻ്റെ. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷെ അപ്പോൾ എനിക്ക് കൂടുതലും ഈ ലൈഫ് നാടകങ്ങൾ, അങ്ങനെ NM പിള്ള സാറിനോട് മനസ്സിലൊരു ആരാധന. പക്ഷെ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ അതുവഴി പിന്നെ ആരുണ്ട് നമ്മളെ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തിരുവനന്തപുരത്ത് ആരുണ്ടെന്ന് PK വേണുകുട്ടൻ സാർ, ഒരു കാലഘട്ടം ലെജൻഡ്. അപ്പോഴാണ് ഈ സ്വാതിരുന്നാൾ ഇന്ദിരയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട്, അതെ അതെ അതെ, ഒരു അതായത് അന്ന് വരെയുള്ള പ്രൊഫഷണൽ നാടകത്തിൻ്റെ ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയെ മറികടന്നുകൊണ്ടുള്ള ഒരു പോക്കായിരുന്നു സ്വാതിരുന്നാളും ഇന്ദിലയൊക്കെ യാത്ര. അതെ അതെ, എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നത് നാടകത്തിൻ്റെ ഒരു യാത്രയിലേക്ക് പോകുന്നത്. അതായത് വിഷ്വൽസ് യാത്ര, ഒരു സ്ഥലത്ത് നിൽക്കാതെ നാടകങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സംഭവത്തിലേക്ക്. അപ്പം ഇങ്ങനെ വേണുകുട്ടൻ സാറിൻ്റെ അവിടെ എങ്ങനെ എത്തിപ്പെടാം, അതായിരുന്നു പിന്നെയുള്ള ചിന്ത. അങ്ങനെയാണ് സുവർണരേഖ നാടക പഠന കേന്ദ്രമുണ്ട് സാറിൻ്റെ. അവിടേക്ക് ഈ ക്ഷണിതാക്കൾ, അതായത് വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് ഒരു പത്രപരസ്യം കാണുകയും ഞാനത് കത്തയക്കുകയും, സാറ് ട്രിവാൻഡ്രം ഹോട്ടൽ, അന്ന് അങ്ങനെയൊക്കെ ട്രിവാൻഡ്രം ഹോട്ടലിൽ സാറ് സിനിമയുടെ ഓഡിഷൻ പോലെ അന്ന് കുറേ പേരുണ്ട്. സുവർണരേഖയിൽ അന്ന് ഈ പറയുന്നത് പോലെ ട്രിവാൻഡ്രം ഹോട്ടലിൽ വെച്ചിട്ട് സാർ ഈ ഓഡീഷൻ, നമ്മളിപ്പോഴത്തെ സിനിമയുടെ ഓഡീഷൻ നടക്കും പോലെ ഒരു കുറേ പേരുണ്ട്. അവിടെ ചെന്നിട്ട് അപ്പം സാറിനെ കണ്ടു. അപ്പോൾ എൻ്റെ പേര് വിളിച്ചു, ഞാൻ ചെന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ അടുത്തൊരു നാടകം സുവർണരേഖയ്ക്ക് ചെയ്യുന്നുണ്ട്, ബൃഹത്തിൻ്റെ കോക്കേഷ്യൻ. എത്ര വയസ്സുണ്ട്? അന്നൊരു 18 അത്രയൊക്കെ ഉള്ളൂ, കോളേജ് കഴിഞ്ഞിട്ടുള്ള, കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പം സാറ് പറഞ്ഞ് കോക്കേഷ്യൻ ചോക്ക് സർക്കിൾ എന്ന് പറയുന്ന നാടകം ബൃഹത്തിൻ്റെ. അപ്പം അത് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും ആയി കഴിഞ്ഞു. അതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സാർ എനിക്ക് നാടകത്തിൽ അഭിനയിക്കാനല്ല, പിന്നെ എന്താണ് താങ്കളുടെ ആവശ്യം? അല്ല സാറ് കൂടെ നിന്നിട്ട് എന്താണെന്ന് പഠിക്കുക, അതാണ്. അതിന് സാർ ഒരു അവസരം തന്നാൽ എനിക്ക് ഒന്നും വേണ്ട, ഞാൻ റിഹേഴ്സലിനൊന്ന് അവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറ് ശരി അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വരികയും, പിന്നെ 3 ദിവസത്തെ ഒരു പഠന, ഒരാഴ്ച വരുന്ന ഒരു പഠന ക്യാമ്പ് സാറ് വെച്ചു. അപ്പോൾ ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. അവിടെ ചെല്ലുന്നു. അവിടെ രാമാനുജൻ സാർ, പ്രൊഫസർ രാമാനുജൻ സാർ, ഗോവിനാഥ് സാർ, ഈ വേണുകുട്ടൻ സാർ, ഇങ്ങനെ പ്രഗത്ഭന്മാരുടെ ഭയങ്കര ക്ലാസ്. അപ്പോൾ അത് ഒരു ടീം തന്നിട്ട് നമ്മൾ ആ ടീമിൽ നമ്മളിത് ഒരു സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ സബ്ജക്റ്റാക്കി അത് അവതരിപ്പിച്ച് കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ടീം ലീഡർ ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ കാണിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ക്യാമ്പ് സാർ പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഏകദേശം ഇപ്പം ഈ
നാടകത്തിൽ കോക്കേഷ്യൻ ചോക്ക് സർക്കിളിൽ പങ്കെടുക്കാനുള്ള ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇന്ന് പിരിയാം. ഞങ്ങളെല്ലാം ഭയങ്കര ഇനി അവിടെ നിൽക്കാൻ രക്ഷയില്ല. അപ്പോൾ സാറിൻ്റെ കുറേ ശിഷ്യന്മാരുണ്ട്, അവരുമായിട്ട് അവിടെ വെച്ച് തന്നെ ഞാൻ കമ്പനിയാണ്. കാരണം എനിക്ക് അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ കമ്പനിയായി. അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, സാറിൻ്റെ അടുത്ത് ഒന്നുകൂടെ ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞ് മീറ്റിങ്ങിന് മുമ്പേ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിത് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെയാണ് കോക്കേഷ്യൻ ചോക്ക് സർക്കിളിൻ്റെ റിഹേഴ്സലാണ്. അപ്പോൾ അത് ബാക്കിയുള്ളവരെല്ലാം റിഹേഴ്സൽ വരുന്നവർ വരിക, ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് ഇനി അറിയിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും വരികയാണെങ്കിൽ അറിയിക്കുക. എന്നിട്ട് സാറ് പറഞ്ഞു അതിലൊരു കഥാപാത്രമുണ്ട്, അസ്ഡക്ക് എന്ന് പറയുന്നൊരു കഥാപാത്രം, ജഡ്ജിൻ്റെതാണ്. അപ്പോൾ പുള്ളി മദ്യപിച്ചിട്ട് എപ്പോഴും അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് സുരേഷ് ദിവാരൻ ചെയ്യണമെന്നാണ് രാമാനുജൻ സാറ് പറഞ്ഞത്. ഞാൻ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായ ഒരു, അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പം സുധീർ എന്ന് പറയുന്ന വംശത്തിൽ കളിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. സുധീറിന് നീ രക്ഷപ്പെട്ടു, ഞാനിത് അപ്പം ഞാൻ ആദ്യം ഞാൻ കയറട്ടെ, എന്നിട്ട് നിന്നെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ റിഹേഴ്സലിന് കയറി. അങ്ങനെയാണ് സാറിൻ്റെ അവിടെ എത്തുന്നത്. പിന്നെ കുറേ നാൾ സാറിൻ്റെ കൂടെ അവിടുത്തെ ഇത് റിഹേഴ്സലൊക്കെ അറ്റൻഡ്. പിന്നെ സാറ് സ്വദേശാഭിമാനി, നെയ്യാറ്റിൻകര സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ജീവചരിത്രം ബയോഗ്രാഫി, അത് നാടകം ചെയ്യാനായിട്ട് സാർ അവിടെ പോകുന്നു. അങ്ങനെ അവിടെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു ഓണത്തിന് സാറിൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് പറയുന്നു സാർ അത്യാവശ്യം ചെല്ലാൻ പറ്റും, എടാ നീ സ്വദേശാഭിമാനിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്, പ്രൊഫഷനിലേക്ക്. അത് അതിനേക്കാൾ ഭയങ്കര ഒരിക്കലും അവിടെ ചെന്ന് നമ്മളെ ആഗ്രഹം ഇത് തന്നെയാണ്, പ്രൊഫഷനിൽ എത്തിച്ചേരുക, എങ്ങനെ നടനായിട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രൊഫഷണൽ സാറ് അവിടെ കൊണ്ടുപോകുന്നു. സ്വദേശാഭിമാനിലൊരു 4 വേഷം സാറ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ തുടങ്ങി കുറേശ്ശെ സചേതനയിലേക്ക്. പിന്നെ രണ്ടാമത് കാർത്തിക എന്ന് പറയുന്നത് അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ, മറ്റേ ആലങ്കോടുള്ള ഒരു KPSC അസീസാറാണ്, നമ്മുടെ ആലത്തൂർ മധുചേട്ടനാണ് എൻ്റെ സ്ക്രിപ്റ്റ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. പിന്നെ അങ്ങനെ ക്രമേണ പിന്നെ ഈ പറഞ്ഞ പോലെ സചേതനയിലേക്ക് TR പ്രസാദേട്ടൻ്റെ, ഇപ്പോൾ ഡാമിൻ്റെ സാറിൻ്റെ പ്രസാദേട്ടൻ്റെ സമിതിയിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് പിന്നെ പടിപടിയായിട്ട് ഇങ്ങനെ ഓരോ, പിന്നീടാണ് മഹിമയിലേക്ക്. ഓച്ചിറ മഹിമയൊക്കെ പിന്നെ സചേതന, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓച്ചിറ മഹിമയിലേക്ക് വികലാംഗ വർഷം, ബോബനും മോളിയും തായമ്പക, മൂന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പറമ്പ് നിറച്ച് കളിച്ചൊരു നാടകം. തീർച്ചയായിട്ടും അന്ന് ഞാൻ പറഞ്ഞില്ലേ 350-360 സങ്കല്പിക്കാൻ പറ്റില്ല. വികലാംഗ വർഷമൊക്കെ ഭയങ്കരമായിട്ട് ബോബനും മോളിയും വികലാംഗ വർഷമൊക്കെ അല്ല എല്ലാ നാടകങ്ങളും. ഒരുപക്ഷെ ശശിയേട്ടൻ്റെ നാടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ പാച്ചുവും കോവാലും അങ്ങനെയൊക്കെയുള്ള കുറേ നാടകങ്ങൾ അത്തരത്തിൽ കളിച്ച ഒരു നാടകങ്ങളാണ്. അത് മാത്രമല്ല ബെന്നി പി നായരം വികലാംഗ വർഷം, തായമ്പക, ഫ്രാൻസിന്റെ സ്ക്രിപ്റ്റിൽ ആദ്യമായിട്ട് ബോബനും മോളിയും ടൈറ്റിൽ വേഷം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചു. അത് ഈ ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എനിക്കൊരു പേരുണ്ടാക്കി തന്ന ഒരു നാടകം, ഗുണം ചെയ്ത ഒരു നാടകമാണ്. നമ്മള് ശശിയേട്ടൻ അന്ന് പറയുകയും ചെയ്തു ടൈറ്റിൽ വേഷം ശശിയേട്ടൻ ആർക്കും കൊടുക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ടൈറ്റിൽ വേഷം ആർക്കും കൊടുക്കില്ല, നിനക്കായതുകൊണ്ട് ഞാൻ തരുന്നു. അങ്ങനെ കുറെ സൗഭാഗ്യങ്ങൾ എല്ലാം വന്ന് തീർച്ചയായിട്ടും കൊണ്ട് കിട്ടിയതാണ്. എനിക്കെല്ലാം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും അങ്ങോട്ട് ചെന്ന് തേടിപ്പിടിച്ച് പോയത്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അഭിനയിച്ച നാടകങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ഒടുവിൽ നമ്മുടെ സമത, അഹല്യ, അതായത് പിന്നെ അതിൽ ദേശീയോത്സവം, പിന്നെ അശ്വാരൂഢം, ലക്ഷദ്വീപമാണ് ഞാൻ ലാസ്റ്റ് കളിച്ചിട്ട്. പിന്നെ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം സദാം കളിച്ചു, വീണ്ടും സമതയ്ക്ക് വേണ്ടി. സദാമിൻ്റെ അന്നത്തെ സദാമിനെ തൂക്കിക്കൊല്ലുന്ന ആ ഒരു ടൈമിൽ, അത് കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിന് സുദർശൻ ചേട്ടൻ എല്ലാം കൂടെ ദിനേശ് പള്ളത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. അതൊരു വേറൊരു മൂഡിലുള്ള നാടകമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കളിക്കാൻ പോയി. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ എപ്പോഴാണ് ഈ പ്രദീപേട്ടനുമായിട്ടൊക്കെ പ്രദീപേട്ടനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സമതയിൽ വരുമ്പോൾ ദേശീയോത്സവം നാടകത്തിനാണ് ആദ്യമായിട്ട് പ്രദീപേട്ടനെ വർക്ക് ചെയ്യാനായിട്ട്. അതിന് മുമ്പ് തന്നെ പ്രദീപേട്ടൻ്റെ ചാർലി ചാപ്ലിന് ഇതൊക്കെ കണ്ടിട്ട് അതെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട്, അല്ല കൊച്ചിൻ നയനല്ല, അത് ചാർലി ചാപ്ലിൻ ഐശ്വര്യ, അത് കഴിഞ്ഞിട്ട് ജോക്കറാണ് അപ്പൻ ചേട്ടൻ കളിച്ചത്. പക്ഷെ അപ്പോഴും ഞാൻ അസോസിയേറ്റഡ് അവിടെ എത്തി. ഈ ഇത് ജോക്കർ ഈ ഐശ്വര്യയിൽ കണ്ടിട്ടൊക്കെ നമ്മൾ ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചാർലി ചാപ്ലിൻ ശരിക്കും അമേരിക്കയിൽ, നമ്മൾ ആ കാർത്തികനാൾ എന്നിട്ട് അമേരിക്കയിൽ ഇരിക്കും പോലത്തെ ഒരു ഐശ്വര്യ അന്ന് കുറെ നാടകങ്ങൾ അങ്ങനെ ഈ ആയുധങ്ങളെ അകലെ അങ്ങനെയുള്ള കുറെ നാടകങ്ങൾ നമുക്ക്, കാരണം ഈ സ്റ്റേജിലൊക്കെ ഒരു കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ അന്ന് ഭ്രമിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ നാടകം ചെയ്തിട്ടുണ്ട് ഐശ്വര്യ. അപ്പൊ ആ ഐശ്വര്യ മണിച്ചേട്ടൻ. അപ്പൊ അവിടെയാണ് ഈ പ്രദീപ് റോയ് എന്ന് പറയുന്ന ഒരാളിനെ നമ്മൾ അയ്യോ
പിന്നെ അടുത്ത ഒരു ചിന്തയായി പ്രദീപ് ഏട്ടൻ്റെ സംവിധാനം ഒരു ഹിറ്റ് മേക്കർ, ചന്ദ്രേട്ടൻ ഒരു വശത്ത് അതെ ചന്ദ്രേട്ടൻ ഒരു വശത്ത്. പക്ഷെ പ്രദീപ് ഏട്ടൻ്റെ ആ ഒരുക്കം, ആ സ്റ്റേജിന്റെ അരങ്ങൊരുക്കം എന്ന് പറയും നമ്മൾ, അതെന്നെ വല്ലാതെ പ്രകടിപ്പിച്ചു. കാരണം ജോക്കർ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പുള്ളിയുടെ അടുക്ക എങ്ങനെ എത്തിപ്പെടാം, പുള്ളിയുടെ എത്തിപ്പെടാന്നുള്ളതല്ല, പുള്ളിയുടെ സംവിധാനത്തിലൊക്കെ നിന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഇപ്പൊ വേണുകുട്ടൻ സാറിന്റെ ആ ഒരു ജനറേഷനിൽ അപ്ഡേറ്റ് ചെയ്ത് പ്രതിവേട്ടനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് സജീഷേട്ടൻ്റെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴും ഇതില് സജീവൻ സമ്രാട്ട് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളും കൂടെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഒരു സാധനം പ്രസേട്ടൻ ഇല്ലായിരുന്നു അതിൽ. അപ്പൊ സതീഷേട്ടൻ്റെ നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. സതീഷൻ വേറൊരു അത്ഭുതം, അത് നമുക്ക് പറഞ്ഞാൽ തീരാത്ത വേറൊരു അത്ഭുതം. അപ്പം ഈ പ്രതിവേട്ടൻ്റെ അങ്ങനെ വന്നിട്ടാണ് ഞാനിങ്ങനെ വന്നിട്ട് ഞാൻ ഒരു ദിവസം യാദൃച്ഛികമായിട്ടാണ് സമതയിൽ എത്തിപ്പെടുന്നത്. എൻ്റെ കഥ പറഞ്ഞാൽ പിന്നെ കുറേ ഉണ്ട്, അത് പറയുന്നില്ല. അവിടെ എത്തിപ്പെടുന്നത് അങ്ങനെ പ്രദീപേട്ടൻ്റെ നാടകത്തിലാണ് ദേശീയോത്സവം. അവിടെ പ്രദീപേട്ടൻ ആദ്യമായിട്ട് പ്രദീപേട്ടൻ്റെ സംവിധാനത്തിൽ ചെയ്യുക. ബോബൻ മോളിയും കഴിഞ്ഞിട്ട് ഒരു ടൈറ്റിൽ വേഷം കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ടൈറ്റിൽ വേഷം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ മാറി KPS രാജ്കുമാറിന്റെ ടൈറ്റിൽ. പക്ഷെ നമുക്ക് ഒരു കോംപ്ലക്സും ഇല്ല, എനിക്ക് വില്ലൻ വേഷം. അപ്പോൾ പലരും പറഞ്ഞിട്ട് ബോബൻ മോളിയും ടൈറ്റിൽ വേഷം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അതിനെന്താ, നമ്മളൊരു മെയിൻ വില്ലനും അല്ല, നമ്മളത് ബ്രിട്ടോ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഞാനത് അങ്ങ് ചെയ്തു. അടുത്ത വർഷം രാജ്കുമാർ മാറിയപ്പോഴത്തേക്ക് സംസ്ഥാന അവാർഡും കിട്ടി, 5 അവാർഡ് കിട്ടി ആ നാടകം. അപ്പോഴത്തേക്ക് രാജ്കുമാറിന്റെ വേഷം ഞാൻ ചെയ്യുകയും ചെയ്തു, ടൈറ്റിൽ വേഷം ഞാൻ പിന്നെ വീണ്ടും അത് ഞാൻ ചെയ്തു. അങ്ങനെ നമുക്കന്ന് അങ്ങനെയുള്ള ഒരു ദീർഘമായ യാത്രയുണ്ടായിരുന്നു. അല്ല, പ്രദീപേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ പറയുന്നത് സംവിധാനം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല, ഒരിക്കലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഫിലിമിലും ഈ സീരിയലൊക്കെ തുടങ്ങുന്ന ദൂരദർശന്റെ 13 എപ്പിസോഡ് എന്നെ വിളിച്ചിട്ടുണ്ട്, എടാ ഒന്ന് അസിസ്റ്റ്. ഞാൻ അയ്യോ നമുക്ക് ആ പണി പറ്റാത്ത പണി, നിങ്ങൾ നമുക്ക് ആക്ടിങ് വല്ലതും ആണെങ്കിൽ ചെയ്യാറുണ്ട്. പക്ഷെ പ്രദീപേട്ടനോട് വരുമ്പോൾ രാജ്കുമാറായിരുന്നു അസോസിയേറ്റ്. അപ്പോൾ യാദൃശ്യമായിട്ട് പ്രദീപേട്ടൻ അന്നൊരു അസുഖം വന്നിട്ട് ഒരാഴ്ച ക്യാമ്പിൽ വരാൻ പറ്റാതെ രാജ്കുമാർ അവിടെ ക്യാമ്പ് നോക്കി. അങ്ങനെ രാജ്കുമാർ പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ അയ്യോ അതങ്ങനെ. പിന്നെ ഞാൻ രാജ്കുമാറായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു, എല്ലാം യൂത്താണ്, ഭയങ്കര കമ്പനിയാണ്. അപ്പം ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം നീ തന്നെ പറ, ഞാൻ ഇതിൽ ഇടപെടുന്നില്ല, ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറി, പെട്ടെന്ന് പിണങ്ങ് മാറി. അപ്പം ഞാനിത് പറയുകയും ഇങ്ങനെയാണ് പ്രതിവട്ടം പറഞ്ഞ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇത് നാടകം പ്രതിവട്ടം വരുമ്പോൾ ഒരു ഫൈനൽ ലെവലിലേക്ക് എത്തുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടെ സെറ്റ് ചെയ്തു. പ്രതിവട്ടം വന്ന് കിടന്ന് നാടകം കണ്ട് ഫൈനൽ കാണേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ചെറിയ തിരുത്തരം കൊള്ളാടാ, നന്നായിട്ടുണ്ട്, നിങ്ങളത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് സംഭവം തന്നെ. രാജ്കുമാറെ കൊള്ളാം. അപ്പോൾ രാജ്കുമാറല്ല, സുരേഷും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേരവിടെ വന്നു, കൊള്ളാടാ ഇങ്ങനെ പറഞ്ഞു പ്രതിവേട്ടൻ. എന്നിട്ട് പിന്നെ അടുത്ത വർക്കിന് പോകുമ്പോഴത്തേക്ക് പ്രതിവേട്ടൻ രാജ്കുമാറിൻ്റെ പറഞ്ഞ് നീ അവിടെ അരങ്ങിൻ്റെ ഒരു വർക്ക് വരണം, നീ കൂടെ വാ എൻ്റെ അടുത്ത് പറഞ്ഞു. പ്രതിവേട്ടൻ്റെ സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞു നീ വാ, ഇത്രയേ ഉള്ളൂ, അടുപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ വീണ്ടും രാജ്കുമാർ കുറച്ച് ദിവസം എന്നിട്ട് മുങ്ങി. അങ്ങനെയാണ് പ്രദീപേട്ടനെ പൂർണ്ണമായിട്ട് ചെയ്യുന്ന രീതിയിൽ. എനിക്ക് അപ്പോഴും വേറെ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അതിൽ ഇടപെടുകയും നാടകത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും പ്രതിവട്ടം പോകുമ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയും പിന്നെ നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആയി. നമ്മൾ വർക്ക് എനിക്ക് പണ്ടും നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പിരിറ്റായിരുന്നു, കട്ടൻ കെട്ടാൻ എല്ലാത്തിനും ഞാൻ കൂടുമായിരുന്നു, എല്ലാ കാര്യം. അപ്പം അങ്ങനെ യാദൃച്ഛികമായിട്ട് പ്രദീപേട്ടൻ്റെ അസിസ്റ്റൻ്റായി മാറുകയായിരുന്നു, അസിസ്റ്റൻ്റ് അസോസിയേറ്റായിട്ട് മാറുക. അതിനപ്പുറത്തും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണോ, ഒരിക്കലും അപ്പോഴും ചെയ്യില്ല. പ്രതിവട്ടം പറയടാ നീ അയ്യോ ഞാനില്ലേ. അത് അങ്ങനെയാണ്. ഇപ്പം ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞു മുരളിയേട്ടൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ വളരെ യാദൃച്ഛികമായി സ്വതന്ത്ര സംവിധായകൻ. അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് വന്നു. എനിക്ക് ഞാൻ ബിസിനസ്സൊക്കെ ആയിട്ട് ഒതുങ്ങി. കാരണം ഇതൊക്കെ വിട്ട് ഒതുങ്ങി വീണ്ടും ഞാൻ പറഞ്ഞില്ലേ സദാം നമുക്കെല്ലാം കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ദിനേശ് പള്ളത്ത് ഞാൻ ഭയങ്കരമായ മാനസികമായി നല്ല സുഹൃത്തുക്കളാണ്, അന്നും ഇന്നും ഒക്കെ ഭയങ്കര അടുപ്പമുള്ള എടാപോടാ ബന്ധം. അപ്പം ഈ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു നാടൻ ചെയ്യടാ വേറൊരു മൂഡിൽ സദാം. അപ്പം ഞാൻ പറഞ്ഞില്ല, നീ വന്ന് ഇടയ്ക്ക് വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാം, ബാക്കി കാര്യം നീ ലൈറ്റും കാര്യങ്ങളൊക്കെ നീ നോക്കും. ശരിയെന്ന് പറഞ്ഞാൽ അവർ ടീം സ്പിരിറ്റിൽ പോയിട്ട് ഞാനും കൂടെ അതിൽ അസോസിയേറ്റില്ല, ഞാൻ അഭിനയിക്കാനായിട്ട് പോയിട്ട് അവിടെ ചെന്ന് നമ്മുടെ സുദർശൻ ചേട്ടൻ മമ്മൂട്ടി സുദർശൻ ചേട്ടൻ നല്ല ടീമായിരുന്നു. അപ്പം ഞാൻ സുദർശൻ ചേട്ടൻ സദാമും ഞാൻ ഇത് ഓപ്പോസിറ്റായിട്ടുള്ള നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിൻ്റെ ക്യാരക്ടർ, അതൊരു പ്രത്യേക ചുരുണ്ട് മടങ്ങിയൊക്കെ മുരുകൻ, നമ്മളെ കാട്ടാക്കട മുരുകൻ ചേട്ടനായിരുന്നു ഇത് കവിതയൊക്കെ, നല്ല അസാധ്യമായിട്ടുള്ള സംഭവം.
അപ്പോൾ അതിൽ പോയി ആ നാടകം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ദിനേശ് എന്നെ വിളിച്ചിട്ട് ഇടാൻ നിനക്കൊരു നാടകം ചെയ്യാം ഒരു ദിവസം രാത്രി വീട്ടിൽ കോൾ വരിക. ഞാൻ പറഞ്ഞു അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എടാ ഇനിയിപ്പോൾ നീ ഒന്ന് ആലോചിക്കാൻ വേണ്ട, നീ നാടകം ചെയ്യാൻ നോക്കടാ, വയസ്സൊക്കെ ഇത്രയും, നീ ഇനിയിപ്പോൾ ഒന്ന് നോക്കാൻ കയറി അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആ നോക്കാന്നല്ല നമുക്ക്, ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ദിനേശിൻ്റെ സ്ക്രിപ്റ്റ് ദിനേശ് കൂടെ കാണുമല്ലോ, അല്ല അവിടെ ദിനേശ് കൂടെ കാണുമല്ലോ, പേടിക്കാനൊന്നുമില്ലല്ലോ, അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദിനേശ് വിളിച്ചിട്ട് പറഞ്ഞു എടാ അത് സുരേഷ് നീ ഒരു കാര്യം ചെയ്യും, നാളെ നമ്മളെ പയ്യന്നൂർ മുള്ളിച്ചേൻ്റെ വീട്ടിൽ ചെല്ലണം. ഞാൻ പറഞ്ഞു ദിനേശ് എവിടെ? ഞാനല്ലടാ, ഞാൻ പറഞ്ഞതിനാണ്. ഞാൻ ദിനേശിൻ്റെ സ്ക്രിപ്റ്റ് ഞാനല്ല, മാത്യൂസ് കൂനമാവെന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. അയ്യോ എനിക്ക് വയ്യ, ഞാൻ നിങ്ങളുടെ നീ നാളെ അവിടെ ചെല്ലണമെന്ന്. എനിക്ക് ടെൻഷനായി, കിടന്നിട്ട് ഉറക്കം. അല്ല എങ്ങനെ നാളെ പോവാതിരിക്കാൻ എന്താണ് മാർഗം ഞാൻ ആലോചിച്ചു. ഞാൻ വണ്ടി പോകുമ്പോഴത്തേക്ക് അല്ല ഇത് മുടങ്ങിപ്പോണേ സത്യ പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ടെൻഷൻ കയറിയിട്ട് എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ആയി. നാടകം ചെയ്യാൻ പറഞ്ഞാല അവിടെ ചെന്ന് സ്ക്രിപ്റ്റ് വന്ന് മാത്യൂസ് കൂന. അപ്പോൾ മാത്യൂസുമായിട്ട് എനിക്ക് നേരത്തെ ചെറിയൊരു ബന്ധമുണ്ട്. ഒരു സീരിയൽ ചുവപ്പ് നാടകയിൽ ഞാനൊരു വേഷം ചെയ്തു. അപ്പോൾ കൂനമ്മാവായിരുന്നു. അപ്പോൾ പുള്ളി അതിൻ്റെ പുള്ളി ഉണ്ടായിരുന്നു എല്ലാം കൂടെ. അപ്പോൾ മാത്യൂസ് വന്നു, സുരേഷ് എന്നെ അറിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് വായന എൻ്റെ മൈൻഡിലേ ഇല്ല. ഞാൻ ഇടയ്ക്ക് വൊമിറ്റ് ചെയ്യും, തിരിച്ചു വന്നിരിക്കും. അപ്പോൾ മുരളിച്ചേട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വെച്ചിരുന്നതാണിത്, എനിക്ക് സമയമില്ല. മുരളിച്ചേട്ടൻ അന്ന് നല്ല തിരക്കിൽ നിൽക്കുന്നുണ്ട്, വൻ നാടകങ്ങൾ വൻ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല ഇത് ഞാൻ സുരേഷ് സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പം ഞാനിത് സ്ക്രിപ്റ്റൊക്കെ എന്തോ എന്നെ കൊല്ലാൻ തൂക്കം വിധിക്കുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു. ഞാൻ വന്നു, ബസ്സിൽ കയറുമ്പോഴത്തേക്ക് വോമിറ്റിങ്ങാണ്. പിന്നെ പകുതി ഇറങ്ങി ഇത് വീട്ടിൽ വന്നു, ഈ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യില്ല, ഞാൻ അവിടെ വെച്ചു. അപ്പോൾ കുറച്ച് ഞാൻ ഇത് നടക്കുകയൊന്നുമില്ല വെറുതെ. അപ്പോൾ കുറച്ച് ബാജു ആയിരുന്നു നവതാര, തൃശ്ശൂർ നവതാരയ്ക്ക് വേണ്ടി. അപ്പം ബാജു ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെ നമുക്ക് ഇന്ന ഡേറ്റ് ഫിക്സ് ചെയ്യാമല്ലേ? അപ്പം ഡേറ്റ് ഫിക്സ് ചെയ്യാമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞു. യാന്ത്രികമായിട്ട് ഇവിടെ തോന്നക്കൽ ജയചന്ദ്രനെ കൂടെ വിളിച്ചു അസിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ജയചന്ദ്രൻ ഞാനും കൂടെ നേരെ പോകും. ഈ സ്ക്രിപ്റ്റ് ഇവിടെ ഇരുന്നാണ് നമ്മൾ വായിക്കുന്നത്, ട്രെയിനിലിരുന്നാണ് ഞാൻ നോക്കുന്നത്. അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ കാര്യങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ രാജീവ് മമ്മള്ളിയാണ് അത് ആദ്യം ചെയ്തത്. അപ്പോൾ പുള്ളി ഒരു സീൻ ചെയ്തു. അപ്പോൾ രാജീവ് വന്ന് തുടക്കമില്ല, രാജീവ് നല്ല ലെവൽ ഉണ്ടാക്കി നിൽക്കുന്ന ടൈമാണ്. കയറി വരുന്ന നല്ല ഡയറക്ടറായിട്ട്, നല്ല രീതിയിൽ ഡയറക്ടറായിട്ട് അംഗീകരിക്കപ്പെട്ട സമയമാണ്. പുള്ളിയുടെ ഐഡൻറ്റിറ്റി വന്നിട്ടുള്ള സമയമാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയണം. തലേ ദിവസം രാത്രി ഞാൻ പറഞ്ഞു ഇനിയും സമയമുണ്ട് ചുമ്മാ ഇരണ്ട, നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് പോവാം എന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ ചെന്നു. ആർട്ടിസ്റ്റുകൾ മറ്റേ കാർത്തികേയ മലപ്പാട്, അങ്ങനെ കുറച്ച് കാർത്തികനൊക്കെ അന്ന് ഇത് അവാർഡ് വാങ്ങിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു മീറ്റിങ്ങൊക്കെ കൂടി ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, രാജീവ് ചെയ്തു വെച്ച സംഭവം എന്താണെന്ന് കാണാം, എന്തായിരുന്നാലും അതിൽ നിന്ന് നമുക്ക് തുടങ്ങണം പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസം. കാരണം പുള്ളിയുടെ ഒരു ഇത് കണ്ടപ്പോൾ ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് പിടിച്ചു എങ്ങനെയോ അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റും ഒക്കെ മാത്യൂസ് ഇരുന്ന് അത് പൊളിച്ചു ചെയ്തു, അത് നന്നായിട്ട് വർക്ക് ചെയ്തു. ആ നാടകം ഹിറ്റായി. ആ നാടകം ഏതായിരുന്നു? വീട്ടുവിശേഷം എന്ന് പറഞ്ഞ നാടകം. ആ നാടകം ഹിറ്റായി. അത് ഈ ഫൈനൽ റിഹേഴ്സലിന് 18 നാടകം ബുക്ക് ചെയ്തൊരവസ്ഥയിലേക്ക് നാളെ 2-3 വർഷം തകർത്ത് കളിച്ചു. അപ്പോൾ അതിന് ആ 2 വർഷം തകർത്ത് കളിച്ചെങ്കിൽ എന്നെ ആരും വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഗായത്രി രമേശ് ഇങ്ങനെ പുള്ളി ഒന്ന് പുള്ളി വലിയ നാടകങ്ങൾ എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തല്ല, ഒന്ന് താഴോട്ട് വന്നു. പുള്ളി ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പുള്ളി എങ്ങനെ, അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു ഇങ്ങനെയാണ് രമേശിനെ വിളിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ കുമാരൻ എന്ന് പറഞ്ഞിട്ട് വിജയകുമാർ എന്ന് പറയാം, ആക്രി കുമാർ എന്ന് പറഞ്ഞാൽ അറിയാം. ആ പുള്ളിയൊക്കെ കൂടെ പറഞ്ഞു സുരേഷിനോട് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ നമുക്ക് ചെയ്തു നോക്കാമെന്നൊക്കെ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിക്കാമെന്ന് പറഞ്ഞ് ഋഷിയെണ്ണെല്ലാം കൂടെ ആയിട്ട് ചേർത്തല പോയിട്ട് അന്ന് കതിരേഷ് മാന്നന്നൂർ എന്ന് പറയുന്നത് പുള്ളിയുടെ സ്ക്രിപ്റ്റാണ് വായിച്ചു. അപ്പോൾ ഞാൻ ചില മാറ്റങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മാറ്റം, പിന്നെ അതേപോലെ തന്നെ അത് ചെയ്തു. അത് 2 വർഷം അത് ഹിറ്റായി. 2 വർഷം എന്നെ ആരും വിളിച്ചില്ല, ഞാൻ ആരുടെ പോയില്ല. പിന്നെ വേറെയുള്ള സമിതികൾ വന്നു കേട്ടോ. അതായത് ഈ ചെറിയ നമ്മൾ ചിലപ്പോൾ പറഞ്ഞ തട്ടിക്കൂട്ടെന്നൊക്കെ പറയില്ല എന്ന് നമ്മൾ പൊതുവേ പറയുന്നത്, അതിന് കുറവായിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അതിനൊന്നും പിടി കൊടുത്തില്ല.
കാരണം എന്തോ ഞാൻ വിചാരിച്ചു നല്ലൊരു സെറ്റപ്പ് വരണമെങ്കിൽ ചെയ്യില്ലേ വേണ്ട, കാരണം അത്ര ഒരു ആർത്തി എനിക്ക് അപ്പോഴും ഇല്ല. അങ്ങനെ ഒരു സംവിധാനം ചെയ്ത് അന്നും എനിക്ക് ഈ എന്നിൽ എനിക്ക് വിശ്വാസമില്ല. ഈ സംവിധാനം ചെയ്ത് മറിക്കുക എന്നുള്ളതൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ ഉൾവലിഞ്ഞു തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും വിളിച്ചില്ല 2 വർഷം. അത് കഴിഞ്ഞിട്ടാണ് അച്ഛനാണ് എനിക്ക് ഇഷ്ടമെന്ന്. അതെ, ഞാനൊരു പക്ഷേ അത് സുരേഷ് ചേട്ടനെ ആദ്യം അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു നാടകം, സുരേഷ് ചേട്ടനെ മാത്രമല്ല നമ്മുടെ പുത്തൂർ വേണുചേട്ടൻ എന്ന് പറയുന്ന ആക്ടറിനെ ഞാൻ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നത് ആ നാടകത്തിലൂടെയാണ്. കാരണം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റൈൽ ഡയറക്ഷൻ, ഒരു തരം ആക്ടിങ്. കാരണം ഭയങ്കരമായി ലൈഫ് കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് വേണുചേട്ടൻ. കാരണം നമ്മൾ പറയാറുണ്ട് തിങ്സുകളുടെയൊക്കെ യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഒരു വല്ലാത്തൊരു സൈലൻസ് ഒക്കെ നന്നായിട്ട് ഭീകരമായി സൈലൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അപൂർവം ചില ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതാണ് ശരിക്കും എൻ്റെ ഓർമ്മയിലുള്ള ഡയറക്ടർ സുരേഷ് ദിവാകരൻ. അതെ, അത് ഉണ്ണി ദിവ്യ. ഉണ്ണിയാണ് എന്നെ വിളിച്ചിട്ട് സുരേന്ദ്രന്റെ സ്ക്രിപ്റ്റാണ്, വിആറിന്റെ സ്ക്രിപ്റ്റ്. കുറച്ച് നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ നാടകം എന്ത് ചെയ്തു, അതും ഈ പറഞ്ഞ പോലെ നന്നായി കളിച്ചു. 3 വർഷം കളിച്ചു. ഒരു വർഷം ഞാൻ കുറച്ച് വേഷം ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഒരു സംഭവം ഉണ്ടായിട്ട്. അത് 3 വർഷം കളിച്ചു. അതിനുശേഷം അതൊരു കഥയാണ്. അതൊരു കഥയും പിന്നെ കടലുകൾ. ഈ 2 നാടകങ്ങളാണ് ശരിക്കും സുരേഷ് ഏട്ടന്റെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് സുരേഷ് ദിവാകരൻ എന്ന് പറയുന്ന സംവിധായകനെ അടയാളപ്പെടുത്തി. തീർച്ചയായിട്ടും അതൊരു കഥയാണ്. കാരണം അതൊരു കഥയാണ് ഞാൻ ക്യാമ്പിൽ വന്നിട്ട് കണ്ടൊരു നാടകമാണ്. അപ്പോൾ അന്ന് ഞാൻ കാരണം അത് എന്ന് വെച്ചാൽ ഒരു ശരിക്കും ഒരു സംഭവത്തിന്റെ 3 ഡയമെൻഷൻസ് മുഹാദ് എഴുതിയൊരു നാടകമായിരുന്നു. കാരണം അത് ഗംഭീരമായിട്ട് അതിൽ ഈ പറഞ്ഞ മാതിരി രാജ്കുമാർ ഏട്ടൻ, ബിജുരാജ, ഭയങ്കരമായ എൻ്റെ പേരെന്താ, കവിത നമ്മൾ സീരിയലൊക്കെ ഉള്ള പണ്ടത്തെ കവിത. അങ്ങനെ ആദ്യം നല്ല തൃശ്ശൂർ ശശാങ്കേട്ടൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അതെ, ശശാങ്കേട്ടൻ മികച്ച നടനുള്ള മുഹാദിന് 2ാമത്തെ രചനകൾ 5 അവാർഡ് കിട്ടി. അതെ, ഞാൻ ആ നാടകം കണ്ടിറങ്ങിയിട്ട് എപ്പോഴും മുഹാദിനോട് പറഞ്ഞു നാടകം രചനയ്ക്ക് ശ്രദ്ധിക്കപ്പെടും എന്ന് പറയുകയും ചെയ്തു. ആ നാടകം റിഹേഴ്സൽ കഴിഞ്ഞ ഉടനെ നമ്മുടെ വെട്ടറോഡ് കരിച്ചിയിൽ അമ്പലത്തിൽ വെച്ചിട്ട് അവിടെ കളിക്കുന്ന ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് എന്തായാലും ഇതുവരെയും പിന്നെ ഇതുവരെ ഒരു തരത്തിലും വന്നിട്ടില്ല.